ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനും കോളേജ് സ്റ്റുഡൻസിനും അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പുഴുങ്ങലരി, ഇഡ്ഡലി അരിയോ ഏത് പുഴുങ്ങലരി വേണമെങ്കിലും എടുക്കാം. പിന്നെ 1 കപ്പ് പച്ചരി. അപ്പോൾ ദോശ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഇഡ്ഡലി റൈസുമാണ്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് നമുക്കൊരു അരിപ്പയിലിട്ട് വയ്ക്കാം. പിന്നെ 1 കപ്പ് തുവരപ്പരിപ്പ്. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി അളക്കുന്നത് അതിൽ തന്നെ എടുക്കണമെല്ലാം. കടലപ്പരിപ്പ് 1 കപ്പ്, പിന്നെ ഉഴുന്ന് 1/2 കപ്പ്. ഞാൻ കറുത്ത ഉഴുന്നാണ് ചേർത്തത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പിന്നെ ചെറുപയർ പകുതിയായി പൊളിച്ചത്, അതും കൂടെ ഞാൻ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതും ഇതുപോലെ നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് നമുക്ക് ഒന്ന് വെയിലത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ കയ്യിൽ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ ഒട്ടാതിരിക്കുന്ന പരുവം, അതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ഉണങ്ങിയ അരിയാണ് കേട്ടോ ഇത്, അരിയും പരിപ്പും. ഇത് നമുക്കൊരു 5 മിനിറ്റ് ചെറു തീയിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് മീൻസ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ. വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല കറിവേപ്പിലയിലും. അതും നല്ലപോലെ തുടച്ചൊന്ന് ഉണക്കിയിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ആവശ്യത്തിനുള്ള മുളക്, വറ്റൽമുളക് ഞാൻ 5-6 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ജീരകം, അതും കൂടെ ചേർത്തൊന്ന് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ചെറുതീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ചൂടാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കായപ്പൊടി, എന്നാലേ നല്ല മണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ചൂടായതിന് ശേഷം നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. ആറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ ഒന്ന് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ പൊടിച്ചെടുത്ത മിക്സാണിത്. അത് നമുക്ക് 1 കപ്പ് എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെയും ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. 1 കപ്പ് വെള്ളം ചേർത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനോ എല്ലാവർക്കും പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് വെറുതെ ഒന്ന് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ അടദോശ അല്ലെങ്കിൽ അട റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത് കലക്കിയിട്ട് നമുക്കിപ്പോൾ ഒരു 30 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഞാനിപ്പോൾ അത് 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ നല്ലപോലെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരു 1/4 കപ്പും കൂടെ ഞാൻ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ അടദോശ നമുക്ക് ചൂടായ ദോശക്കല്ലിൽ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ചൂടായ ദോശക്കല്ലിലേക്ക് മാവ് ചേർത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല സ്വാദുള്ള അടദോശ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റുഡൻസിനോ ബാച്ചിലേഴ്സിനോ ആർക്ക് വേണമെങ്കിലും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ പ്രീ മിക്സ് നമുക്ക് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയതുമാണ്, പിന്നെ ഒന്ന് നല്ലപോലെ ചൂടാക്കിയതാണ്. അതുകൊണ്ട് പെട്ടെന്ന് കേടൊന്നും പോവില്ല. നമുക്കൊരു 2-3 മാസം വരെ ഉപയോഗിക്കാവുന്നതാണിത്. ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അത് നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഉണക്കി തുടച്ച് വെച്ചിട്ടുള്ള പാത്രത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നനവുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് പൂപ്പൽ വന്ന് കേടൊന്നു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.